വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ആശാ വർക്കേഴ്സ് യൂണിയൻ എറണാകുളം BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാർ ആശാമാരുടെ ഇൻസെന്റീവ് കുടിശ്ശിക അനുവദിക്കുക, വിരമിക്കൽ ആനുകൂല്യം നടപ്പാക്കുക, വിരമിക്കൽ പ്രായം 65 ആക്കുക, ESI PF അനുവദിക്കുക, ആശാമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. മാർച്ച് രാജേന്ദ്ര മൈതാനത്തിന് സമീപത്തെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ചു. ധർണ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് MP പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. അവരാടിയും പാടിയും തീർത്തതല്ലേ, അദ്ദേഹത്തിന്റെ വരവ് ആഘോഷിച്ച് തീർത്തതല്ലേ. എന്തുകൊണ്ട് കേരളത്തിലെ 26,125 ആശമാർക്ക് വേണ്ടിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്, രാജ്യത്ത് പണിയെടുക്കുന്ന 10 ലക്ഷം ആശമാർക്ക് വേണ്ടിയാണ് എന്ന് പറയാനുള്ള തന്റെ ഇടം SUC-ക്കാർക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അതാണ് തനി BJP-യുടെ രാഷ്ട്രീയ നാടകം. അല്ലെങ്കിൽ അവർ പറഞ്ഞേ, എപ്പോഴും ഇവിടെ ചാനലുകാർ ചർച്ച ചെയ്യുന്നത് കേരളത്തെ 26,025 ആശമാർ, ബാക്കിയുള്ളവരല്ല ഇവിടെ. അവർക്ക് വേണ്ട ജീവിത സൗഭാഗ്യങ്ങൾ അവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടേ? പക്ഷെ CIT-ന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി പാർലമെന്റിന് മുമ്പിൽ നടത്തുന്ന ഓരോ സമരവും ഈ 10 ലക്ഷം ആശുമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അല്ലാതെ കേരളത്തിലുള്ള 26,125 ആശുമാർക്ക് വേണ്ടി മാത്രമല്ല. അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ മന്ദിവെച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ആസൂത്രിതമായി പണി കൊടുക്കാം എന്നുള്ള രീതിയിലേക്കാണ് SUCI ഇപ്പോൾ ഇറങ്ങി തിരിഞ്ഞിട്ടുള്ളത്. ഓരോന്നായി വരികയാണല്ലോ, ഓരോ ചർച്ചയിലും ഓരോന്നായി വരികയാണല്ലോ. ഞങ്ങളുടെ ഓർഡർ അങ്ങനെയാണ്, ഞങ്ങളുടെ ഓർഡർ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴും പിറ്റേ ദിവസം ഓർഡറിനെല്ലാം ബദലായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നെല്ലാം തെന്നി തിരിച്ച് ഇപ്പം ലാസ്റ്റ് വന്നപ്പം 2 മുദ്രാവാക്യമായി. എന്താണ്? ഞങ്ങൾക്ക് 21,000 രൂപ വേണം. 21,000 രൂപ കിട്ടിയാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് പെൻഷൻ 5 ലക്ഷം രൂപ വേണം, മറ്റാനുകൂല്യങ്ങൾ വേണം. ഈ 2 മുദ്രാവാക്യങ്ങൾ എവിടെയാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്? യൂണിയൻ പ്രസിഡന്റ് T മായാദേവി, സെക്രട്ടറി ലിസി വർഗീസ്, CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്, K അലി അക്ബർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.